പോഴെ കമ്പനി വിടുള്ളൂ. എന്ത് ജോലിയാ? ചിപ്പി ചേച്ചി ഹായ്, എന്തുണ്ട് വിശേഷം? ഞാൻ വീണ്ടും വന്നു. സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചി കഴിച്ചടാ, കഴിച്ചു കേട്ടോ. കഴിച്ചിട്ടാ വന്നിരുന്നേ. ഇല്ലെങ്കിലേ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിശപ്പിന്റെ വിളി വന്നാൽ പിന്നെ ഓടിപ്പോയാ ഉള്ളവരും പോകും, പിന്നെ ആരും വരുമില്ല. പിന്നെ ഒന്നേന്ന് ആൾക്കാർ എടുത്ത് വരുമ്പോഴത്തേനും വേറെ ആരെങ്കിലൊക്കെ കയറി വരും. ചിലപ്പോൾ ഹിന്ദിക്കാരൊക്കെ ആയിരിക്കും കയറി വരുന്നത്. ഞാൻ ഹിന്ദി തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ടേ വെറുതെ നമ്മൾ നേരത്തെ കഴിച്ചിട്ടാ പോന്നെ. സുഖാണ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നടാ. സുഖാട്ടോ. ഞാൻ ലോങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ആരെങ്കിലും കണ്ടായിരുന്നോ? ഫൈസലാന്ന് തോന്നുന്നു എനിക്ക് തന്നിട്ട് ഇതിട്ടിട്ടുണ്ട്, കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയെ കൊള്ളാം, താങ്ക് യു. ലൈക്ക് ഇടാത്തവരൊക്കെ ലൈക്ക് ഇടണേ, മറക്കല്ലേ. ആര് പാവം, ഞാനോ? കിലുക്കത്തിൽ ജഗതി പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഹിന്ദി കിലുക്കത്തിൽ ഹിന്ദിയാണോ മറ്റേ ഇതിനോട് പറയുന്നല്ലേ, എന്താണ് ഹിന്ദി മാലു. കഴിഞ്ഞ ദിവസം എനിക്ക് 3 തവണ ഹിന്ദിയിലാരാ കോള് വന്നു, 2-3 ദിവസങ്ങളായിട്ട്. ചേച്ചി വീട് എവിടാ? ഇടുക്കി കഞ്ഞിക്കുഴി. അതുകൊണ്ട് ഹിന്ദി അറിയാത്തത് കൊണ്ട് ഈ ജഗതി പറഞ്ഞ അതേ ഡയലോഗ് പറഞ്ഞു 3 ദിവസം ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഇനി ആ നമ്പർ വന്നാൽ എടുക്കുപോലുമില്ല. അറിയണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ അവസാനം അവരെ മലയാളം പഠിപ്പിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ മലയാളി അങ്ങനെ ഒരു പ്രത്യേക രീതിയല്ലേ. ഹിന്ദി അറിയത്തില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും അവരെ നമ്മളെ മലയാളം പഠിപ്പിക്കും. പോയാ ലൈക്ക് സർ, താങ്ക് യു. രണ്ടുപേരേ ഉള്ളല്ലോ. ഓടി എല്ലാരും. പോവാണോ? ആയിക്കോട്ടെ കേട്ടോ, പോയിട്ട് വായേ. തിരക്കല്ലേ, തിരക്കെല്ലാം കഴിഞ്ഞ് അതിന് ജോലിയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ കാണാം. ആയിക്കോട്ടെ, പിന്നെ കാണാം കേട്ടോ.